ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ജൂൺ 7-ാം തീയതിയാണ്. ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ എഴുതിയ ഒരു നിയോഗമാണ് എൻ്റെ ആക്ടിവിറ്റി പോയിൻ്റ് 100 തികച്ച് തരിക എന്നത്. ഞാൻ സർട്ടിഫിക്കറ്റൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തെങ്കിലും 100 തികയ്ക്കാനുള്ള കൊടുത്തെങ്കിലും അതൊന്നും സൈറ്റിൽ കയറിയിട്ടില്ലായിരുന്നു. 100 തികഞ്ഞിട്ടില്ല. 100 തികഞ്ഞാലേ ഉള്ളൂ നമുക്ക് ബിടെക് എക്സാം പാസ്സായാലും ബിടെക്കിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളായിരുന്നു. അപ്പം അത് കൊടുത്തിട്ടും സാർ സബ്മിറ്റ് ചെയ്തിട്ടും അത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞപ്പം ഉടനെയാണ് ഉടമ്പടി എടുത്തത്. അന്നേരം നിയോഗമായിട്ട് അതും എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അത് 100 തികച്ച മാതാവ് തന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി സെപ്റ്റംബർ പുതുക്കിയതിന് ശേഷം ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞു. അതെൻ്റെ ആക്സിഡൻറ്റിൽ നിന്ന് തന്നെ മാതാവ് അത്ഭുതകരമായി രക്ഷിച്ചതിനെ പറ്റിയായിരുന്നു. അത് കഴിഞ്ഞ് ആ സാക്ഷ്യത്തിന് ശേഷമാണ് ഞാൻ IELTS എഴുതാൻ ഒക്ടോബർ ആദ്യം പോയത്. വെറും 1 മാസത്തെ ഓൺലൈൻ കോച്ചിങ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പോക്കറ്റിൽ ഉടമ്പടി ഉപ്പ് ഇട്ടുകൊണ്ട് പോവുകയും അവിടെ ചെന്ന് ഇരുന്ന ടേബിളിൽ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. അങ്ങനെ ഏത് രാജ്യത്ത് വേണമെങ്കിലും പഠിക്കാൻ പോകാവുന്ന മാത്രം മാർക്ക് തന്ന് 7 സ്കോർ തന്ന് മാതാവ് സഹായിച്ചു. അത് കഴിഞ്ഞ് പഠിക്കാൻ പോകാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടായത് കാരണം പുറത്തേക്ക് പോകാൻ സാമ്പത്തിക ബുദ്ധിമുട്ടായത് കാരണം ഇവിടെ തന്നെ ജോലി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറേ സ്ഥലത്ത് അപ്ലൈ ചെയ്തെങ്കിലും എല്ലായിടത്തുനിന്നും റിജക്ഷനാണ് വന്നത്. അങ്ങനെ ഇരിക്കെ ഇയർ ഗ്യാപ്പ് ആയത് കാരണം ഇയർ ഗ്യാപ്പ് വരാതിരിക്കാൻ എറണാകുളത്തൊരു കോഴ്സ് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് പൈസ ഇല്ലായിരുന്നു. അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് മാതാവ് പൈസ റെഡിയാക്കി കൊടുത്തു. അമ്മയുടെ LIC നേരത്തെ എടുക്കാൻ സാധിച്ചു. അതുപോലെ IELTSന് പൈസ, കോച്ചിങ്ങിനും എക്സാമിൻ ഫീസിനും പൈസ ഇല്ലാഞ്ഞിട്ട് അമ്മയാണെങ്കിൽ അമ്മയുടെ വസ്തുവിലുള്ള മരങ്ങളിൽ കൊണ്ടുപോയി മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വെച്ച് തേച്ച് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് IELTSനുള്ള കോച്ചിങ്ങിനും എക്സാമിനുള്ള ഫീസിനുള്ള പൈസ മാതാവ് ആ മരം വിറ്റ് വഴി റെഡിയാക്കി തന്നത്. അതുപോലെ തന്നെയാണ് എറണാകുളത്തെ കോഴ്സിനും വേണ്ടി പൈസ റെഡിയാക്കാതിരുന്നപ്പം ഞാനും അമ്മയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കറക്റ്റായിട്ട് ആ കോഴ്സിന് വേണ്ട കറക്റ്റ് പൈസ അമ്മയ്ക്ക് LIC നേരത്തെ കിട്ടി. അങ്ങനെ റെഡിയാക്കി തന്നു. അത് കഴിഞ്ഞ് ഈ എറണാകുളത്തെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു അറിവ് കിട്ടി. ഇങ്ങനെ ജർമ്മനിയിൽ IELTS മതി, അതുപോലെ 6.5 മതി, അതുപോലെ തന്നെ പിന്നെ ഫീസ് വേണ്ട, ഗവൺമെൻറ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഫീസ് വേണ്ട, അങ്ങനെ പഠിക്കാമെന്ന് അറിവ് കിട്ടി. അങ്ങനെ അതിനു വേണ്ടി അപ്ലൈ ചെയ്തു. ഏപ്രിൽ മാസം ഏജൻസീനെ സമീപിച്ചു. അന്നേരം ജർമ്മനിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ APS സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതായത് നമ്മുടെ അക്കാഡമിക് ഡോക്യുമെൻറ്റ്സൊക്കെ ജെനുവിൻ ആണെന്ന് ജർമ്മൻ ഗവൺമെൻറ് സർട്ടിഫൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്താൽ മിനിമം 2 മാസമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അന്നേരത്തേക്കും മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി നിബന്ധനകളും ഒക്കെ പാലിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് 1 മാസം കൊണ്ട് തന്നെ APS റെഡിയാക്കി തന്നു. കൃത്യം 1 മാസം, മെയ് മാസം ആയപ്പം APS റെഡിയാക്കി തന്നു. അപ്ലൈ ചെയ്ത് കൃത്യം 1 മാസത്തിൽ തന്നെ തന്നു. അത് കഴിഞ്ഞ് ആ മെയ് മാസം തന്നെ മാതാവിൻ്റെ ഉണക്കമാസം തന്നെ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്നും ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഇതിന് വേണ്ടി അപ്ലൈ ചെയ്ത് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പറഞ്ഞു, നീ പബ്ലിക് യൂണിവേഴ്സിറ്റി നോക്കണ്ടായിരുന്നു, നിനക്ക് 76% മാർക്കുള്ളൂ ബിടെക്കിന്. അവർക്കൊക്കെ 80 കൂടുതൽ ശതമാനം മാർക്കുണ്ടായിട്ട് പോലും പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ അവർ വിചാരിച്ച കോഴ്സൊന്നും കിട്ടിയില്ല. പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടാതെ ഇരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു പ്രൈവറ്റ് നോക്കിയാൽ മതി. പക്ഷേ എനിക്ക് പ്രൈവറ്റിൽ പോകാനുള്ള പൈസ ഇല്ലായിരുന്നു. അപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടിയാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളായിരുന്നു. അന്നേരം
ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുറേ നാൾ പ്രാർത്ഥിച്ചിട്ടും ഒന്നും ഉത്തരവില്ലായിരുന്നു. കോഴ്സും കഴിഞ്ഞു, എറണാകുളത്തെ കോഴ്സും കഴിഞ്ഞു, എന്നിട്ട് അതിൽ നിന്നും ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പം ജൂലൈ മാസം ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷ പോയി. ജൂലൈയിലെ ആദ്യത്തെ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസം എടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആരാധനാ മധ്യേ മാതാവ് കരയുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ ഞാൻ വെക്കാത്ത യൂണിവേഴ്സിറ്റിയിൽ അത് ഏജൻസി നമ്മൾ പറയാതെ തന്നെ കുറേ യൂണിവേഴ്സിറ്റി വെക്കും. അപ്പോൾ ആദ്യക്കൂട്ടിലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ഞാൻ ഉദ്ദേശിച്ചതും ഞാൻ എറണാകുളത്ത് പഠിച്ചതുമായ കോഴ്സിൻ്റെയും കൂടി മിക്സായിട്ടുള്ള കോഴ്സിന് എനിക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എനിക്ക് അഡ്മിഷൻ ഓഫർ ലെറ്റർ വന്നു. എന്നിട്ട് പിന്നെ അതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിന് വേണ്ട പൈസ അയക്കാൻ റെഡിയാക്കാനായിട്ട് അമ്മയും ഡാഡിയും കൂടി സഹകരിച്ചു. അങ്ങനെ ജൂലൈ 24 വിസ അപ്ലൈ ചെയ്തു. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റ് കുറേ നീണ്ടതായിരുന്നു. ഒരു മാസമായിട്ടും വെയിറ്റിംഗ് ലിസ്റ്റ് മാറുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈ ഒക്ടോബർ ഇൻടേക്കിൽ തന്നെ പോകണമെങ്കിൽ എനിക്ക് ഓഗസ്റ്റ് 31 മുമ്പ് വെയിറ്റിംഗ് ലിസ്റ്റെങ്കിലും തരണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഓഗസ്റ്റ് 31 ഒന്നും മാറിയില്ല. പക്ഷെ അന്ന് രാത്രി ഓഗസ്റ്റ് 31 രാത്രി ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ എൻ്റെ പള്ളിയിലെ അൾത്താരയിലേക്ക് കുർബാന സ്വീകരിക്കാവുന്ന പോലെ പോയപ്പം അവിടെ ചെന്നപ്പോൾ കുർബാന തരുന്ന അച്ഛന് പകരം കൃപാസന മാതാവായിരുന്നു നിന്നത്. മാതാവ് സന്തോഷത്തോടെ എന്നോട് എന്തോ പറഞ്ഞു, പക്ഷെ എനിക്കതൊന്നും കേട്ടില്ല, എനിക്കതൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ആ ആഴ്ച തിരുവോണത്തിൻ്റെ അന്ന് എനിക്കെന്തോ മെയിൽ വന്നു. പക്ഷേ വിസാനെ സംബന്ധിച്ച് പക്ഷേ അതെനിക്ക് തുറന്നു നോക്കാൻ പറ്റില്ല. അത് ഏജൻസിക്ക് തുറന്നു നോക്കാൻ പറ്റുള്ളായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് ഏജൻസി അവധിയായ കാരണം അന്ന് തുറന്നു നോക്കാൻ പറ്റിയില്ല. എന്നിട്ട് തിങ്കളാഴ്ച മാതാവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അത് ഏജൻസി തുറന്നു നോക്കിയപ്പോൾ അത് വെയിറ്റിംഗ് ലിസ്റ്റ് മാറിയെന്നായിരുന്നു. എന്നിട്ട് പിന്നെ അത് അന്നാണ് സബ്മിറ്റ് ആയത് വിസയുടെ ആപ്ലിക്കേഷൻ. അത് കഴിഞ്ഞ് ആ ആഴ്ച തന്നെ വെള്ളിയാഴ്ച എനിക്ക് അപ്പോയിൻമെൻറ്റ് വിസ ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് എടുക്കാൻ 15-ാം തീയതി തന്നെ എനിക്ക് വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി, അപ്പോയിൻമെൻറ്റ് കിട്ടി. 15-ാം തീയതി വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഒക്ടോബർ ഇൻടേക്കിലേക്ക് വരാവുള്ളൂ എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കൃത്യം 15-ാം തീയതി തന്നെ മാതാവ് എനിക്ക് അപ്പോയിൻമെൻറ്റിനുള്ള ഡേറ്റ് തന്നു. അത് കഴിഞ്ഞ് 8 മുതൽ 10 ദിവസം ആകും വിസ കിട്ടാനെന്നാണ്, കയ്യിൽ കിട്ടാൻ, വിസ അടിച്ച് പാസ്പോർട്ട് കിട്ടാനെന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് കൃത്യം 9-ാം ദിവസം എനിക്ക് ഒക്ടോബർ 24 എനിക്ക് പാസ്പോർട്ട് കിട്ടി. ഞാൻ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ ഞാനൊരു നേരത്തെ 1-2 സാക്ഷ്യത്തിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു ചേച്ചി വിസയ്ക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ ഉടമ്പടി പത്രത്തിൻ്റെ ഒരു കാണാൻ പറ്റാത്ത തരത്തിൽ മുറിച്ചെടുത്ത് പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കൊടുത്തത്. പക്ഷേ അതവർ തിരിച്ച് ആ പേപ്പർ കഷ്ണം അവർക്ക് കണ്ടുപിടിച്ച് തിരിച്ച് കൊടുത്തെന്നാണ് പറഞ്ഞത്. അതുപോലെ ഞാനും നൂലിന് പാകത്തിന് കാണാൻ പറ്റാത്ത അത്രയും ചെറുതായിട്ട് ഉടമ്പടി കൃപാസന പത്രത്തിൻ്റെ ശകലം മുറിച്ച് എനിക്ക് വിസ അടിച്ചു കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ച പാസ്പോർട്ടിൻ്റെ 6-7 പേജുകളുടെ നടുക്ക് വെച്ച് ആണ് കൊടുത്തത്. ഞാൻ പാസ്പോർട്ട് തുറന്നു നോക്കിയപ്പോൾ 6-7 പേജിൽ വിസ അടിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ആ പേപ്പർ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ പേജ് 8-9 പേജിലാണ് വിസ അടിച്ച് തന്നിരുന്നത്. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പ്രാവശ്യം ആകാശത്ത് 4 എന്ന അക്ഷരം മേഘത്തിൽ കാണിച്ചിരുന്നു. ആ 4-ലാണ് ജൂലൈ 24 വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. അതിലും 4 ഉണ്ട്. അതുപോലെ എനിക്ക് വിസ കൈ കിട്ടിയത് സെപ്റ്റംബർ 24 അതിലും 4 ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ടിക്കറ്റിന് ഡേറ്റ് എടുക്കാനായിട്ട് അപ്പം എനിക്ക് ഏത് ദിവസം എടുക്കണമെന്ന് അറിയില്ലാത്തത് കാരണം ഞാൻ ഒക്ടോബർ 4 ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഞാൻ കൃപാസനം പത്രം മേടിച്ച് വിതരണം ചെയ്യാറുണ്ട്. ആത്മീയ വളർച്ച എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥന കൂടാതെ തന്നെ എല്ലാ ദിവസവും രാവിലെയും
കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. അങ്ങനെ ചെല്ലുന്ന ദിവസങ്ങളിൽ എനിക്ക് പ്രത്യേകമായ മാതാവിൻ്റെ സംരക്ഷണവും ധൈര്യവും അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും സുഗന്ധാഭിഷേകങ്ങളും ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് പറഞ്ഞത് കൂടാതെ പല അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തനമായിട്ട് അമ്മയുടെ കൂടെ വൃദ്ധസദനം സന്ദർശിക്കാൻ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ അധ്യയന വർഷം വേദപാഠം പഠിപ്പിക്കാനും പോയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 40-ാം തിരുവചനം. ഞാൻ അവരുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിൻവലിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ദൈവം നമ്മെക്കുറിച്ച് വളരെ കരുതലുള്ളവനാണെന്ന് ഉള്ളതിൻ്റെ ഒരു വലിയ ഉറപ്പാണ് അവിടുന്ന് നമ്മോട് ഉടമ്പടി ചെയ്യുകയും നാം അവിടുത്തോട് ചെയ്യുന്ന ഉടമ്പടി നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അബിയയുടെ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത ഒരു എയർലിഫ്റ്റ് സാക്ഷ്യമാണെന്ന് നമുക്കിത് പറയാം. കാരണം IELTS പാസ്സായതിനു ശേഷം മകൾ എന്തു ചെയ്യണമെന്ന് വഴിമുട്ടി നിൽക്കുന്ന ഒരവസരത്തിലാണ് പരിശുദ്ധ അമ്മ വഴികാട്ടിയായിക്കൊണ്ട് ഈ മകളെ റീഡയറക്റ്റ് ചെയ്ത് ഇന്ന് ജർമ്മനിയിൽ മകൾക്ക് മാസ്റ്റേഴ്സ് പഠിക്കുവാനുള്ള ഒരു വലിയ സൗകര്യം അമ്മ തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. സമയത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും സാമ്പത്തികമായ പ്രശ്നങ്ങളെയും അമ്മ ദൂരീകരിച്ചുകൊണ്ട് ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിച്ച ഒരു വലിയ സാക്ഷ്യമാണിത്. ആരാധനാ സമയത്ത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിക്കുവാനും അതുപോലെ തന്നെ സ്വപ്നത്തിലൂടെ എല്ലാം കൃത്യമായി ഡിറക്ഷൻസും അതുപോലെ തന്നെ താൻ എത്തിപ്പെടേണ്ട ദിവസങ്ങളും ഡേറ്റുകളും എല്ലാം പരിശുദ്ധ അമ്മ കൃത്യമായി ഓർക്കുകയും നേർച്ച വസ്തുക്കളിലൂടെയും പ്രാർത്ഥനയിലൂടെയും എല്ലാം പരിശുദ്ധ അമ്മയോട് വളരെയധികം നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മകൾക്ക് ഇന്ന് വളരെ നല്ല ഒരു ആത്മീയ ബന്ധത്തിലേക്ക് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒപ്പം എത്തിച്ചേരുവാൻ സാധിക്കുന്നത്. താൻ എവിടെ പോയാലും ജർമ്മനിയിലായാലും മറ്റൊരു ദേശത്തേക്ക് പോകേണ്ടി വന്നാലും പരിശുദ്ധ അമ്മയെയും ഈശോയും കൂട്ടുപിടിച്ചാണ് ഇനിയുള്ള എൻ്റെ മുന്നോട്ടുള്ള ജീവിതമെന്നാണ് അബിയ ഏറ്റു പറഞ്ഞത്. വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധ അമ്മയെ പരിചയപ്പെടുവാനും പരിശുദ്ധ അമ്മയിലൂടെ ജീവിക്കുവാനുള്ള ഒരു വലിയ ജീവിതാനുഭവം, വലിയ ആധ്യാത്മിക അനുഭവമേ മകൾക്ക് ലഭിക്കുമ്പോൾ തൻ്റെ തലമുറകൾക്ക് കൈമാറുവാനുള്ളൊരു വലിയ സൗഭാഗ്യം ഉണ്ടാകുന്നുവെന്നാണ് ദൈവം നമ്മോട് അരുളി ചെയ്യുന്നതാണ്. ഞാൻ അനുഗ്രഹിക്കുന്നവരെ 1000 തലമുറ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്. ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് തലമുറകൾക്കുള്ള ഒരു അനുഗ്രഹമാണ്. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനായി അഭിഷേകമുള്ളവരായി മാറുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അമ്മയുടെ ഒരു വലിയ സാക്ഷ്യമാണ് മകൾക്ക് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോഴാണ് ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഏക മാർഗമാണ് നമുക്ക് ലഭിക്കുന്ന കൃപാസന പത്രം മറ്റുള്ളവർക്കെല്ലാം വിതരണം ചെയ്ത് ഈശോയെയും പരിശുദ്ധ അമ്മയെയും ഇവിടെ നിൽക്കുന്ന അത്ഭുതങ്ങളെയും ഈശോ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ പ്രവർത്തിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ മകളുടെ വീണ്ടും വന്നുകൊണ്ടിരുന്ന പരു സൗഖ്യപ്പെട്ടുവെന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് എപ്പോഴും വിസ്മയിപ്പിക്കുന്ന ഈ അത്ഭുതങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നാം എടുക്കുന്ന റിസ്ക് നാം മറ്റുള്ളവരിലേക്ക് ഈശോയെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് സ്വയം അനുഭവിക്കുവാൻ സാധിക്കുമ്പോഴാണ് അതിൻ്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ ഏറ്റുപറയുവാനുള്ള ധൈര്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അബിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ് ഒരു നല്ല കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.